നിങ്ങൾ ഗ്രാൻഡ് ഡെലിവറി കണ്ടിട്ടുണ്ടോ? യെസ്, അശോക് ലേലാൻഡിൻ്റെ 27ഓളം വെഹിക്കിൾസ് ഒറ്റയടിക്ക് ഡെലിവറി ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂരാണ്. മലയാറ്റൂരുള്ള കീർത്തി നിർമ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അവരുടെ ഇന്നത്തെ ഒരു മെഗാ ഡെലിവറിയുടെ പാർട്ടായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ അശോക് ലേലാൻഡിൻ്റെ 27ഓളം ട്രക്കുകളാണ് ഒറ്റയടിക്ക് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് വിഷ്വൽസ് കണ്ടാലോ. ഇന്ന് ഡെലിവറി ആയിട്ടുള്ള 27 വെഹിക്കിൾസ് ട്രക്സ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? യെസ്, നമ്മൾ ഈ കാണുന്ന പോലെ 20 ബോസിൻ്റെ 14-15 ട്രക്കുകളുണ്ട്. പിന്നെ ബോസിൻ്റെ തന്നെ 18-15 ട്രക്കുകളുണ്ട്. 3 48-25 സീരീസിലുള്ള ക്യാപ്റ്റൻ ട്രക്കുകളുണ്ട്. ഒരു പാർട്ട്ണർ സൂപ്പർ 914 ഉണ്ട്. അപ്പോൾ ഇന്ന് ഡെലിവറി എടുത്തിട്ടുള്ള ഈ ഒരു 27 ട്രക്കുകൾക്ക് പുറമെ അശോക് ലേലാൻഡ് തന്നെ 85+ ട്രക്കുകൾ ഇപ്പം നിർമ്മൽ ഗ്രൂപ്പിനുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീർത്തി നിർമ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് 1988 മുതൽ പ്രവർത്തനം ആരംഭിച്ച്, അതായത് ഏകദേശം ഒരു 25 വർഷം മുകളിലായിട്ട് പ്രവർത്തനം ആരംഭിച്ച് ഇന്ത്യയിൽ എവിടെയും ശരിക്കും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം എല്ലാ ട്രാൻസ്പോർട്ടേഷൻ, അത് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും അല്ലാതെയുള്ള ചെറിയ ഷോർട്ടായിട്ടുള്ള കടകളിലേക്കൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷനും എല്ലാം തന്നെ ഈ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ട്രക്കുകളാണ്, അശോക് ലേലാൻഡിൻ്റെ ട്രക്കുകളാണ് ഇവർ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഫ്ലീറ്റിലുള്ള വാഹനങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു 80% മുകളിലും അശോക് ലേലാൻഡ് വെഹിക്കിൾസ് കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഫ്ലീറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അശോക് ലേലാൻഡ് വണ്ടികൾ ഒരുപാടായി കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോസ് 14-15 പറഞ്ഞിട്ടുള്ള മോഡൽ 66ഓളം വണ്ടികൾ ഇപ്പം നിലവിൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓവറോൾ ഞാൻ ഇവരുടെ ടീമുമായിട്ടൊക്കെ സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും ബെറ്റർ ഡ്രൈവിംഗ് കംഫർട്ടും അല്ലെങ്കിൽ ബെറ്റർ മൈലേജും, അതേപോലെ തന്നെ ഇപ്പം BS6 വാഹനങ്ങൾ വന്നപ്പോഴത്തേക്കും ആഡ്ബ്ലൂവിൻ്റെ കൺസെപ്ഷൻ എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ്. ആഡ്ബ്ലൂവിൻ്റെ കൺസെപ്ഷൻ വളരെ കുറവാണ് ഈ കാണുന്ന വാഹനങ്ങളിലൊക്കെ. അതേപോലെ തന്നെ ടയർ ലൈഫ് നോക്കി കഴിഞ്ഞാലും 20% കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓവറോൾ ഒരു പ്രോഫിറ്റ് ആണ് ഈ കാണുന്ന വാഹനങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഓവറോൾ ഡ്രൈവറുടെയും കൂടെ ഒരു ഇൻപുട്സ് ഒക്കെ എടുത്തിട്ട് ഇവരെ ആ ഒരു മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെഹിക്കിൾസ് ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ഒരു ബോസ് 14-15 ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മൽ ഗ്രൂപ്പിൻ്റെ ഒരു സജഷൻ പ്രകാരമാണ് ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഈ ഒരു മോഡൽ വെഹിക്കിളിൽ 5 ഡോർ ഓപ്പണിംഗ് വന്നത്. അതായത് DST ലോഡ് ബോഡി കമ്പനി തന്നെ കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലാണിത്. അതായത് 14 ടൺ വെഹിക്കിളിൽ 14 അടി ബോഡിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സജഷൻ കൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി കഴിഞ്ഞപ്പോൾ മുതലേ വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു മോഡലൂടെയാണിത്. കാരണം 5 സൈഡ് ഓപ്പൺ ആകാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള പർപ്പസിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെഹിക്കിളൂടെയാണ് കേട്ടോ ഈ ഒരു ബോസ് 14-15. അടുത്തത് ക്യാപ്റ്റൻ 4825 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ. 16 വീല് ട്രക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഒരു ഇൻഡസ്ട്രീസ് ഓടാൻ വേണ്ടിയൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിപ്പം 3 നമ്പേഴ്സാണ് നിർമ്മൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ അറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ 30 അടിയിൽ ട്യൂബ്ലെസ് റേഡിയൽ ടയർസ് ഫസ്റ്റ് ഇൻ അശോക് ലേലാൻഡ് കൊണ്ടുവന്നിട്ടുള്ളൊരു മോഡലൂടെയാണ്. കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ ടയർ മൈലേജ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ 250 HP H സീരീസ് ആയിട്ടുള്ള 9 സ്പീഡ് ഗിയർ ബോക്സോട് കൂടി വന്നിട്ടുള്ള മോഡലാണ്. പേലോഡ് നോക്കുവാണെങ്കിൽ 35 ടൺ ആണ് കേട്ടോ ഈ ഒരു വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ ക്യാബിൻ സൈഡ് നോക്കുവാണെങ്കിൽ വേൾഡ് ക്ലാസ് ആയിട്ട് ആ ഒരു ക്രാഷ് ടെസ്റ്റിൽ പാസ് ആയിട്ടുള്ള ഒരു ക്യാബിനൂടെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി പാർട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത 2 മോഡൽസ് കൂടെ ഒന്ന് നോക്കാം. ഒന്ന് നമ്മുടെ ബോസിൻ്റെ 1850 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ട്രെൻഡ് സെക്ടർ ആവാൻ വേണ്ടി പോകുന്നൊരു മോഡലാണ് കേട്ടോ. അതേപോലെ തന്നെ പാർട്ട്ണർ സൂപ്പർ 914. ഈ ഒരു മോഡൽ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് മുന്നേ റിവ്യൂ എടുത്താണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ 18 അടി ഡേ ക്യാബിനാണ് വരുന്നത്. 12 ടൺ പേലോഡ് കപ്പാസിറ്റി ഉള്ള വെഹിക്കിളാണ്. 150 HP ഹിനോ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഫൈനലി നമ്മുടെ പാർട്ട്ണർ സൂപ്പർ 940 മോഡൽ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളൊരു മോഡലാണല്ലോ. അതേപോലെ തന്നെ 9 ടൺ ആണ് ഇതിൻ്റെ GVW വരുന്നത്. പിന്നെ റൂട്ട് സപ്ലൈ പോലെയുള്ള ആപ്ലിക്കേഷനിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വെഹിക്കിളൂടെയാണ്. പിന്നെ മോസ്റ്റ്ലി എല്ലാ വെഹിക്കിൾസിലും പരാബോളിക് സസ്പെൻഷനൂടെ ആയതുകൊണ്ട് ക്യാബിൻ കംഫർട്ടും അല്ലെങ്കിൽ യാത്രാസുഖമൊക്കെ നോക്കുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു പാർട്ട്ണർ 914 കേട്ടോ. അപ്പം വളരെ ക്വിക്കായിട്ട് ഞാൻ വെഹിക്കിൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ഡെലിവറി ആയിരുന്നു. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യട്ടെ. ഇപ്പം അശോക് ലേലാൻഡിൻ്റെ സൈഡിൽ നിന്ന് കുറേ അധികം ഇപ്പം ഫ്ലീറ്റ് ഓണേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആകുന്ന കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ വെഹിക്കിൾസിലൊക്കെ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അശോക് ലേലാൻഡ് ഐ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ടെലിമാറ്റിക് ഡിവൈസ് ഇൻബിൽഡ് ആയിട്ട് തന്നെ ആഡ് ഓൺ ആയി വരുന്നതുകൊണ്ട് തന്നെ
വെഹിക്കിൾ ട്രാക്കിംഗ് അതേപോലെ തന്നെ ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ ബിഹേവിയർ ഡ്രൈവിംഗ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻസ് ഇൻബിൽഡായിട്ട് തന്നെ വെഹിക്കിൾസിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അശോക് ലെലാൻ്റെ AL കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി നോക്കുമ്പോഴേക്കും എല്ലാം കൊണ്ടും അശോക് ലെലാൻ്റെ സൈഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനാണെങ്കിലും ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം കീർത്തി നിർമ്മൽ ബ്രാൻഡിന്റെ ചെയർമാൻ ഉണ്ട്, പോൾ സാർ ഉണ്ട്. ഹായ് സർ. ഒരുപാട് സന്തോഷം, ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ഓൺ ആയി വന്നതിൽ ഒരുപാട് സന്തോഷം. അതും ഇത്രയും ഒരു ഗ്രാൻഡ് ലോഞ്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. സാറിന്റെ നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചപ്പോഴേ മനസ്സിലായി ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലും ഒക്കെ എക്സ്പോർട്ടിങ്ങും അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഒക്കെ ചെയ്യുന്നു മനസ്സിലായി. അപ്പം സാറിന്റെ ഒരു ജേർണി ഇപ്പം അശോക് ലെലാൻഡ് വാഹനങ്ങൾ വന്ന് നമ്മുടെ ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഗുണമായിട്ട് കിട്ടിയിട്ടുണ്ട്? അശോക് ലെലാൻഡ് വാഹനം ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അഭിവൃദ്ധി ഞങ്ങൾ കാണാൻ തുടങ്ങി. അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ അശോക് ലെലാൻഡിനെ ആശ്രയിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ അശോക് ലെലാൻഡ് വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള കാരണം. അതിൻ്റെ തൊട്ട് താഴെയാണ് മറ്റു വാഹനങ്ങളെല്ലാം. ഇപ്പൊ ഏകദേശം നമ്മൾ ഇന്ന് തന്നെ 27ഓളം വണ്ടികൾ പല മോഡൽസ് നമ്മുടെ ഇതിലുണ്ട്. അതിലിപ്പോ ഈ ബോസ് എന്ന് പറഞ്ഞ മോഡല് എനിക്ക് തോന്നുന്നു നമുക്ക് 65+ വണ്ടികളുണ്ട്. അപ്പൊ അതിലേക്ക് എത്തപ്പെടാൻ ഞാൻ അറിയാൻ സാധിച്ചു ഒരു 5 ഡോർ ഓപ്പണിംഗ് വാഹനം നമ്മളാണ് സജസ്റ്റ് ചെയ്തതെന്ന്. അതെ ഞാനാണ് അത് അതിൻ്റെ പിന്നിൽ ഈ വാഹനങ്ങളുടെ സെലക്ഷൻ്റെ കാര്യത്തിലും ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഞാൻ തന്നെയാണ് പ്രയത്നിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അശോക് ലെലാൻഡ് ആശ്രയിച്ചാൽ നമ്മൾ നിരാശരാകുകയില്ല, നമ്മുടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പം അശോക് ലെലാൻഡ് വാഹനങ്ങളെ പറ്റി ഓവറോൾ നമുക്ക് സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യം കംപ്ലൈൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള പ്രാരംഭത്തിൽ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു. എങ്കിലും അവരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ഞങ്ങളോടുള്ള സഹകരണം കൊണ്ടും അവർ അതിലെല്ലാം വിജയിച്ചു, പൂർണ്ണ വിജയം വരിച്ചു. പ്രാരംഭകാലത്ത് ചില കല്ലുകടികളൊക്കെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ അവരുമായിട്ട് പലപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ പ്രവർത്തിക്കാൻ അവർ തയ്യാറായി. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവരെ കൂടുതൽ അവരെ കൂടുതൽ ഞങ്ങളോട് ചേർത്ത് പിടിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കൂടുതൽ അശോക് ലെലാൻഡിനെ ഇവിടെ കാണാൻ കാരണം. ഞങ്ങൾ അവരോടുള്ള ആ മമത, അവരോടുള്ള ആ സ്നേഹം ഞങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഈ കാണുന്നത്. സാർ, ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ. നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് ഓടുന്നുണ്ടല്ലേ നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഡെലിവറിക്കൊക്കെ ആണെങ്കിലും. ഇപ്പോൾ ഡ്രൈവേഴ്സ് ഒക്കെ ഹാപ്പിയാണോ? എന്താ പറയാ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. അതേപോലെ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ഈ കീർത്തി നിർമ്മൽ, നമ്മളാണെങ്കിലും വീട്ടിൽ വാങ്ങുന്ന റൈസ് അതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ബ്രാൻഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മളെ ശരിക്കും പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ളൊരു വലിയൊരു ടീം ഓൾ ഇന്ത്യ ലെവലിൽ ഇത്രയും മാർക്കറ്റിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ഏകദേശം 25 വർഷത്തിലുപരിയായി. ഈ ഒരു ഗ്രാൻഡ് സക്സസിൽ നമുക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും സാർ, ഇനി സാറിന്റെ വീട്ടിലേക്ക് ഒരുപാട് വാഹനങ്ങൾ ജോയിൻ ആവട്ടെ. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൂടെ കീർത്തി നിർമ്മലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ 2 പേരുണ്ട്, ജോൺസൺ സാറും ജോർജും. എങ്ങനെയുണ്ട് ഓവറോൾ ഈ ഒരു എക്സ്പീരിയൻസ്? നിങ്ങളുടെ ഫ്ലീറ്റിലേക്ക് ഇത്രയും അധികം വണ്ടികൾ വന്നൊരു വലിയ സന്തോഷമാണ്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. വണ്ടികൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. പക്ഷെ അതോടൊപ്പം വലിയ ഉത്തരവാദിത്വമാണ്. കാരണം ഇത്രയും വാഹനങ്ങളെ റോട്ടിൽ ഓടിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം വളരെ ഇതാണ്. അതിന് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയിലെ സ്റ്റാഫ് തന്നെയാണ്. കാരണം 3-4 വണ്ടികളിൽ നിന്നും ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളില്ലാതെ, കാരണം ഇത്രയും വാഹനങ്ങൾ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ അതിജീവിക്കാനുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു സംവിധാനം ഞങ്ങളുടെ ഓഫീസ് തന്നെയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട്, ഇതിപ്പോൾ ഈ നമ്മൾ 45 വാഹനം എന്നുള്ളതല്ല, 45 വാഹനത്തിന് നടന്ന ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്. അത്രയും ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ പുറകിൽ അതിനുള്ള ആൾക്കാർ വേണം. വാഹനം ഓടിക്കുന്നവരും അല്ലെങ്കിൽ അതിൽ സഞ്ചരിക്കുന്നവരും മാത്രം പോരാ. അതിനകത്ത് അതിനെ ബിസിനസ്സിലാക്കി അതിനെ കൊണ്ടുനടന്ന് ഈ ചരക്കുകളെല്ലാം ഞങ്ങളുടെ തന്നെ ഓൺ ചരക്കുകളാണ്. അത് നമ്മുടെ അരിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ഐറ്റംസാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു വലിയൊരു ടീം ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ കൂടെയുണ്ട്. ഇതിനെല്ലാത്തിനും ദൈവം ഞങ്ങൾ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു ടീം ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തേക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷനും
അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രാൻഡ് എല്ലായിടത്തും എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാനാണല്ലോ ഏറ്റവും പാട്. തീർച്ചയായിട്ടും. അപ്പം ഈ ഒരു വാഹനങ്ങൾ നമ്മൾ ശരിക്കും ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്തേക്ക് നമ്മൾ ബ്രാൻഡ് എവിടെയാണ് അങ്ങനെ ഉണ്ടല്ലോ? നമുക്ക് മെയിനായിട്ട് കേരളത്തിൽ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡയറക്റ്റ് റീറ്റെയിൽ നെറ്റ്വർക്ക് ഉണ്ട്. ഏകദേശം 22,000 ഷോപ്സിലേക്ക് നമ്മൾ വീക്ക്ലി സപ്ലൈ ഉണ്ട്. അതുകൂടാതെ കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ നമ്മുടെ ഓൺ വെഹിക്കിൾസ് വെച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് എവിടെയാണ്? മാനുഫാക്ചറിങ് നമുക്കിപ്പോൾ നിലവിലുള്ളത് നമ്മുടെ കാലടിയിലുള്ള പ്ലാന്റിലാണ്. നമുക്ക് കാലടി തന്നെ 4 പ്ലാന്റ് ഉണ്ട്. കീർത്തി അഗ്രോണ് നമ്മുടെ മെയിൻ മാനുഫാക്ചറിങ് ഫേം, പിന്നെ സീന സിറിയൽസ്, അതുകൂടാതെ വി സ്റ്റാർ അഗ്രോ മിൽസ്, അങ്ങനെ ഒരു 4 മാനുഫാക്ചറിങ് ഫേംസ് ഉണ്ട്. അതെ. വരും വർഷങ്ങളിൽ നമ്മൾ സൗത്തിൽ പത്തനംതിട്ടയിലും അതുകൂടാണ്ട് തന്നെ നോർത്തിൽ വയനാടും നമ്മുടെ ഒരു പ്ലാന്റ് പുതിയതായിട്ട് വരുന്നുണ്ട്. അതെ. കൂടുതലും ഈ അവതാർ എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ കൂടുതലും പ്രൊക്യൂറിങ് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഇപ്പോൾ റൈസും അതേപോലെ തന്നെ പാഡി പ്രൊക്യൂർമെൻ്റ് ആണ് ഈ വണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇത് 1450 എന്ന് പറഞ്ഞ ബോസാണ്. ഇത് നമ്മൾ മെയിൻലി നമ്മുടെ റീറ്റെയിൽ നെറ്റ്വർക്കിലേക്കാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സംസാരിക്കണ്ടായത് പോളേറിനോട്. അപ്പോൾ പറയണ്ടായിരുന്നു പോളേറിൻ്റെ ഒരു സജഷൻ പ്രകാരമാണ്. അതെ. വളരെ യൂസ്ഫുൾ ആണ്. അതെ. യൂസ്ഫുള്ളാണ്. പക്ഷേ അത്രയും തന്നെ നമുക്ക് ബുദ്ധിമുട്ടും നേരിടുന്ന ഒരു മേഖലയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡ്രൈവേഴ്സിന് മാനേജ് ചെയ്യണം. അതേപോലെ നമുക്കിതിൻ്റെ പുറകിലുള്ള ടെലികോളേഴ്സ്, അതേപോലെ സെയിൽസ് സ്റ്റാഫ്സിൻ്റെ സ്ട്രെങ്ത്ത് അത്രയും നമ്മൾ മാനേജ് ചെയ്യണം. അതാണ് ഇതിനകത്തുള്ള മെയിൻ ഒരു ഡിഫിക്കൽറ്റി. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഗുണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ട്. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി അങ്ങോട്ട് ഫ്ലീറ്റിലേക്ക് ഒരുപാട് വാഹനങ്ങൾ എത്തിച്ചേരട്ടെ. താങ്ക് യു. നമുക്കിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കീർത്തി നിർമ്മലിൻ്റെ ഒരുപാട് ഫ്ലീറ്റിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പം അതിലെ മെയിനായിട്ട് സീനിയർ ഡ്രൈവർ ഒരാളെ കിട്ടിയിട്ടുണ്ട്, ജോബിൻ എബ്രഹാം. അപ്പം 10 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യാണ്. അതും ബോസാണ്. അതും ഹൈ റേഞ്ച് ഓടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് എന്തായാലും അറിയണമല്ലോ. എങ്ങനെയുണ്ട് ഓവറോൾ ഇപ്പോൾ ഈ 10 വർഷമായിട്ടുള്ള ജേർണിയിൽ എങ്ങനെയാണ് നമ്മുടെ അശോക് ലൈലാൻഡ് വാഹനങ്ങളാണോ കൂടുതലായിട്ട് ഓടിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന്? 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം ഞാൻ വേറൊരു കമ്പനിയുടെ വണ്ടി ഓടിച്ചു. പിന്നെ പോരാത്തിന് ആഴ്ചയിൽ 4 ഇടുക്കി ഓടണം. ഇടുക്കി വലിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് തിരിച്ച് റിട്ടേണൊക്കെ പോരുമ്പം റെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇവിടുന്ന് കിടക്കാം. പിന്നെ വണ്ടിയുടെ ഒടി അത് പറയാണ്ടിരിക്കാൻ രക്ഷയില്ല. അതൊരു ഇന്നോവ കാർ തിരിഞ്ഞു കൊടുത്ത സാധനം തിരിഞ്ഞു പോകും. പിന്നെ റെസ്റ്റ് ചെയ്യാനായാലും അങ്ങനെ പ്രശ്നങ്ങൾ. ചാട്ടൂല, കാലി വണ്ടികളും ചാട്ടൂല. ഇപ്പോൾ നമ്മുടെ കൂടെ പറഞ്ഞ സെയിൽസ്മാരാണെങ്കിൽ തന്നെ വേറെ വണ്ടിയിൽ പോയിട്ട് ഈ വണ്ടിയിൽ വന്ന് കഴിയുമ്പോൾ ചേട്ടാ ഇതിനകത്ത് ചാട്ടമില്ല, സുഖമായിട്ടിരിക്കാം. മറ്റൊന്നൊക്കെ അത്ര കമ്പൊക്കെ ചാടും. വേറെ വണ്ടിയിലാണെങ്കിൽ തല വെളി പോയി ഇടിച്ചിട്ട് താഴെ വന്നിരിക്കും. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. സെയിൽസ്മാർക്ക് ടാവ് പ്രിൻ്ററൊക്കെ വയ്ക്കാനായിട്ടും എല്ലാണ്ട് സെറ്റപ്പ് കിടക്കാനും കാര്യങ്ങളല്ല. വലിയ പ്രത്യേകിച്ച് എനിക്ക് നല്ല അഭിപ്രായം. ഞാൻ കൂടുതൽ ഇടുക്കിയാണ് ഓടണേ. ബോസ് തന്നെയാണോ ഓടിക്കാറ്? ഇടയ്ക്ക് ഒരു വർഷം വേറെ കമ്പനി മാറി ഓടിയായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ബോസ് തന്നെ ഓടിക്കണേ. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? കാരണം വെച്ച് കയറുമ്പോഴത്തേക്കും ഒരുപാട് നമ്മളത് ഇടിക്കുമ്പോൾ RPM നോക്കി ഓടിക്കണേ. കയറ്റം കയറുമ്പോഴേ RPM നോക്കി ടെമ്പറേച്ചർ കയറേണ്ട ഓടിക്കണേ. പിന്നെ കയറ്റം കയറാൻ ലോഡ് വെച്ച് പക്ക പെർഫോമൻസാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് പാരാബോളിക് സസ്പെൻഷൻ ആണല്ലോ. അപ്പം അത് വെച്ച് നിങ്ങൾ നമ്മൾ ഷോർട്ടൊക്കെ ഓടിച്ചിട്ടുള്ളൂ. ലോങ് ഓടിക്കുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു കംഫർട്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ക്ഷീണങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ട് സൂപ്പർ തന്നെ. മെയിൻ കേസ് ചാട്ടമില്ല, കാലി വണ്ടിക്കൊന്നും ചാട്ടമില്ല നമുക്ക്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. അത് കൂടെ പോകുന്ന സെയിൽസ്മാർ അവർ വണ്ടി മാറിയാണ്. പിന്നെ എൻ്റെ കൂടെ പോകുന്ന സെയിൽസ്മാൻ നാളെ തന്നെ അത് ചിലപ്പോൾ വേറെ കമ്പനിയുടെ വണ്ടിയിലായിരിക്കും. പക്ഷേ ഇതിനകത്തേക്ക് വന്നു ചേട്ടാ എല്ലാം കൊണ്ടും അവർക്കും ഭയങ്കര സന്തോഷമാണ് ബോസ് പറയാനായിട്ട്. പിന്നെ വേറെ കേസ് ഇപ്പം പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ അശോക് ലൈലാൻഡിൻ്റെ ബസ്സുകൾ ആ ഒരു സ്റ്റിയറിംഗ് കംഫർട്ട് ഓടിക്കാൻ കുറച്ച് ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയ ജെൻ വന്നപ്പോഴത്തേക്കും സ്റ്റിയറിംഗ് ഒന്ന് ചേഞ്ച് ആയല്ലോ. അതായത് ആ പഴയ നമ്മുടെ ആ ഒരു ഓടിച്ചെടുക്കുന്ന സ്റ്റിയറിംഗ് മാറി ഇപ്പോൾ ചെറിയ ആ ഒരു സ്റ്റിയറിംഗ് കംഫർട്ട് തന്നെയാണ് ബസ്സിൽ കിട്ടുന്ന സ്റ്റിയറിംഗ് കംഫർട്ട് തന്നെയാണോ നമ്മുടെ ഈ ഒരു ട്രക്കുകളിലേക്ക് വരുമ്പോൾ? തീർച്ചയായിട്ടും. എനിക്ക് കാർ ഓടിക്കുന്ന ഫീലിങ്സ് ഉണ്ട്. ഗിയർ ലിവർ ആയാലും എല്ലാം കൊണ്ട് കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഫീലാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് അതിനകത്ത് മോശമായിട്ട് ബോസിനെ കുറിച്ചൊന്നും പറയാനില്ല. ഹാപ്പിയാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എനിക്ക്. അപ്പോൾ ആഡ് ബ്ലൂവിൻ്റെ കാര്യത്തിലായാലും ആഡ് ബ്ലൂ നല്ല മൈലേജ് ഉണ്ട്. കുറവാണ്. എനിക്ക് നെഗറ്റീവായിട്ട് പറയാനായിട്ടൊന്നുമില്ല. അത് ഏറ്റവും കൂടുതൽ ഇടുക്കി ഓടണേ. വേറെ ഹൈവേ കൂടെ ഓടി പോകണതുമായിട്ട് വ്യത്യാസമുണ്ട് ഇടുക്കി ഓടണേൻ്റെ. ഇടുക്കി ഓടിക്കാൻ ഡ്രൈവർ പ്രത്യേക വൈഭവം വേണം. വളവും തരുവും അതും വലിയുടെ കാര്യത്തിലും. അപ്പോൾ നമ്മൾ ലോഡും വണ്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെയ്യുമ്പോൾ അതിനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഓവർടേക്ക് കയറി പോവാണ്. അതുപോലെ വലിയൊക്കെ. പിന്നെ ഏറ്റവും പ്രത്യേക ഒടി അത് ഇന്നോവയുടെ
വേറെ കാര്യം കൂടെ, നമുക്കിപ്പം ഈ OBD2 ഒക്കെ വന്നപ്പോഴത്തേക്കും ഫ്യൂൽ കൺസപ്ഷൻ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല 10 ടണ്ണൊക്കെ വെച്ച് ഇടിക്കുകയല്ല. അത് RPM നോക്കി നമ്മൾ ഓടിക്കണേ. പകുതിക്ക് മുകളിലേക്ക് വരാറില്ല അങ്ങനെ. ഓവറോൾ ഹാപ്പിയാണ്. അടിപൊളി. ഞങ്ങൾ ഈ കമ്പനിയിൽ ഓടിക്കണ എല്ലാ ഡ്രൈവർമാരും ബോസ് എന്ന് പറഞ്ഞാൽ ബോസ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ 65 വണ്ടി മുകളിലായിട്ട് ഉണ്ട് അല്ലേ. ബോസ് വന്ന ബോസ് എടുക്കാൻ വേണ്ടി ഇടിയാ ഇവിടെ. രഹസ്യമായിട്ട് വെഹിക്കിൾ മാനേജർ ചോദിക്കും എനിക്ക് ഓർമ്മ വേണം. അങ്ങനെ പരിപാടികൾ. ബാക്കി വേറെ കമ്പനിയുടെ ഒക്കെ വന്നിട്ട് അവരതിനകത്തെല്ലാം നൈസായിട്ട് ഇതിനകത്ത് മാറിക്കൊണ്ടിരിക്കുക. ഏറ്റവും അനുഭവം പറയാം, ഞാൻ ഇടുക്കി 4 ആഴ്ചയിലോടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അനുഭവം ഞാനാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സപ്പോർട്ട് എങ്ങനെയുണ്ട്? എവിടെയെങ്കിലും വഴിയിൽ പണി വെട്ടി കിടന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ ഇടുക്കി പോയപ്പം ഗിയർ ലിവറിൻ്റെ പിന്ന് ഊരിപ്പോയി. അത് വിളിച്ചിട്ട് തൊടുപുഴയെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ജീപ്പിൽ അവർ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് കേസുള്ളൂ, ഒരു പിൻ കയറ്റിയിട്ട് അതിന് വരെ സർവീസ് ഒക്കെ എപ്പോൾ വിളിച്ചാലും ഇപ്പോൾ തന്നെ എന്നെ നോക്കിയിട്ട് എന്നെ കംപ്ലൈൻറ്റ് അത് കറക്റ്റ് പറഞ്ഞാലുണ്ട്. ഇപ്പം നമ്മുടെ വർക്കുന്നതിന് ഒരു ദിവസത്തിൽ 70 കട സപ്ലൈയാണ്. 70 കട ഒരു ദിവസം സപ്ലൈ ചെയ്യണം. അതിന് പറ്റിയ വണ്ടി ബോസ് തന്നെയാണ്. ഇത്ര ഓടി ഒരു 4 മണിക്കൂർ ലോഡായിട്ട് ഫസ്റ്റ് ഡെലിവറി വരെ ഓടണം, ഫസ്റ്റ് കട വരെ. തിരിച്ചും ആ മണിക്കൂറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാം കൊണ്ടുപോടാനും ഞങ്ങൾക്ക് സപ്ലൈക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് വണ്ടിയുടെ മുകളിലേക്ക് നിലത്തിറങ്ങാണ്ട് കയറണേ ഉള്ള സമയം എല്ലാം കൊണ്ടും മോശം. പിന്നെ അപ്പോൾ എന്തായാലും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ട്രക്കുകളുടെ ഡെലിവറിയിൽ ഏറ്റവും വലിയൊരു മെഗാ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ നിങ്ങളും വിഷ്വൽസും കാര്യങ്ങളും കണ്ടല്ലോ. അപ്പോൾ എന്തായാലും കീർത്തി നിർമ്മൽ ഗ്രൂപ്പിൻ്റെ എത്രത്തോളം വർഷമായിട്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയധികം അശോക് ലൈലാൻഡ് വാഹനങ്ങളും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അശോക് ലൈലാൻഡ് ഫാനാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പല വെഹിക്കിൾസിനെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ എന്തായാലും അശോക് ലൈലാൻഡിൻ്റെ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്വപ്നവും വിദൂരമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ലൈനാണ്. അപ്പോൾ അതെന്തായാലും വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഈ ഒരു പോയിൻ്റ് കൂടെ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് വലിയൊരു സപ്പോർട്ടായിട്ട് അശോക് ലൈലാൻഡ് വന്നു. എന്തായാലും ഇത്രയും വലിയൊരു ഗ്രാൻഡ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ട്രക്ക് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ.